Welcome to Focus Area class. Yes, Block Elements. ഈ ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. 3 ഫോക്കസ് ഏരിയ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഏതൊക്കെയാണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ്, സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. 2, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിത്തിയം. 3, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് സോഡിയം. ഏതൊക്കെയാണ്? വാഷിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് സോഡ. ഇനി 4ാമത്തെ ഫോക്കസ് ഏരിയയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതേതാണ്? സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം. കാൽഷ്യം സെക്കൻഡ് ഗ്രൂപ്പിലാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. ഏതൊക്കെയാണ് മെമ്പേഴ്സ്? ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതിലെ കാൽഷ്യത്തിൻ്റെ ചില പ്രധാനപ്പെട്ട കോമ്പൗണ്ടുകളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. നമുക്ക് നോക്കാം. Question number 6. Give the important compounds of calcium. ആദ്യം പരിചയപ്പെടുന്നത് ക്യുക്ലൈം. ക്യുക്ലൈം മലയാളത്തിൽ നീറ്റുകക്ക എന്ന് പറയും. നീറ്റുകക്ക, ക്യുക്ലൈം, നീറ്റുകക്ക. അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? കാൽഷ്യം ഓക്സൈഡ്. കെമിക്കൽ ഫോർമുല എന്താണ്? CaO, അതായത് കാൽഷ്യം ഓക്സൈഡ്. CaO, ഇതാണ് കെമിക്കൽ ഫോർമുല. പ്രിപ്പറേഷൻ, എങ്ങനെയാണ് ക്യുക്ലൈം ഉണ്ടാക്കുന്നത്? 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കക്ക ചൂടാക്കിയാണ് നീറ്റുകക്ക ഉണ്ടാക്കുന്നത്. ഈ കക്ക എന്ന് പറയുന്നത് ലൈംസ്റ്റോൺ ആണ്. എന്താണ് ലൈംസ്റ്റോൺ? കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിനെയാണ് ലൈംസ്റ്റോൺ എന്ന് വിളിക്കുന്നത്. കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കിയാൽ കാൽഷ്യം ഓക്സൈഡ് കിട്ടും. ഇക്വേഷൻ നോക്കൂ. കാൽഷ്യം കാർബണേറ്റ് ടെമ്പറേച്ചർ 1070 കെൽവിൻ മുതൽ 1270 കെൽവിൻ വരെ വേണം. കാൽഷ്യം ഓക്സൈഡ്, പിന്നെ കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാൽഷ്യം കാർബണേറ്റ്, അതായത് ലൈംസ്റ്റോൺ, ഈസ് ഹീറ്റഡ് ഇൻ എ റോട്ടറി കിൻ. ഒരു പ്രത്യേകതരം ചൂളയാണ്. ഈ ചൂളയിലാണ് നമ്മൾ ചൂടാക്കുന്നത്. റോട്ടറി കിൻ ടു ഗെറ്റ് കാൽഷ്യം ഓക്സൈഡ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ലൈംസ്റ്റോൺ ചൂടാക്കിയാൽ ക്യുക്ലൈം കിട്ടും. ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവാൻ നമ്മളൊരു ട്രിക്ക് ചെയ്യാറുണ്ട്. അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ നിന്ന് മാറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായ ഉടനെ തന്നെ നമ്മൾ മാറ്റും. അപ്പോൾ ഇതിൻ്റെ ഫോർമേഷൻ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ആവും. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കിയാൽ കാൽഷ്യം ഓക്സൈഡ് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഫോർ ദി കംപ്ലീഷൻ ഓഫ് ദ റിയാക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിമൂവ്ഡ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉടനെ തന്നെ നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോഴാണ് കൂടുതൽ കാൽഷ്യം ഓക്സൈഡ് കിട്ടുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ വിശദമായിട്ട് എക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. ഇവിടെ ഒരു എക്വിലിബ്രിയം ആണ് ഉണ്ടാവുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. ഇപ്പോൾ പ്രിപ്പറേഷൻ മാത്രം നോക്കിയാൽ മതി. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം. കാൽഷ്യം ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടി വൈറ്റ് അമോർഫസ് സോളിഡാണ്. ക്രിസ്റ്റലൈൻ അല്ല, അമോർഫസ് ആണ്. അതെന്താണെന്ന് സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് റെഗുലർ അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് അമോർഫസ്. തൽക്കാലം ഈ വാക്ക് അങ്ങനെ അതുപോലെ പഠിക്കുക. വൈറ്റ് അമോർഫസ് സോളിഡാണ്. മെൽറ്റിംഗ് പോയിന്റ് 2870 കെൽവിനാണ്. ഇത്രയും ചൂട് കൊടുത്താലേ ഇത് ഉരുകൂ. അടുത്ത പ്രത്യേകത, വായുവിലെ വെള്ളം വലിച്ചെടുക്കാം കാൽഷ്യം ഓക്സൈഡിന് പറ്റും. കേട്ടോ, വായുവിലെ വെള്ളം വലിച്ചെടുക്കും.
കാൽഷ്യം ഓക്സൈഡും വെള്ളവും ചേർന്നാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഇക്വേഷൻ കണ്ടില്ലേ? വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കും. അപ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് എന്തായിട്ട് മാറും? കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറും. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് ക്യാൻ അബ്സോർബ് മോയ്സ്ചർ, അതായത് വായുവിലെ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയും. കാൽഷ്യം ഓക്സൈഡ് ക്യാൻ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും. അപ്പോൾ അന്തരീക്ഷത്തിൽ വെച്ചാൽ വെള്ളത്തെ വലിച്ചെടുക്കും, കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കും. ഇതൊരു പ്രോപ്പർട്ടിയാണ്. അടുത്തത് നോക്കാം. കാൽഷ്യം ഓക്സൈഡ് ബേസിക് ആണ്, ബേസിക് ഓക്സൈഡാണ്. ബേസുകൾ ആസിഡുമായിട്ടാണ് പ്രവർത്തിക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ ബേസിക് ഓക്സൈഡ് ആയതുകൊണ്ട് ഇത് അസിഡിക് ഓക്സൈഡുകളുമായി പ്രവർത്തിക്കും. നോക്കൂ, കാൽഷ്യം ഓക്സൈഡ് ഇത് ബേസിക് ആണ്. സിലിക്കൺ ഡൈ ഓക്സൈഡ് അസിഡിക് ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും? തമ്മിൽ പ്രവർത്തിച്ച് കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാവും, കാൽഷ്യം സിലിക്കേറ്റ്. അടുത്ത ഇക്വേഷൻ നോക്കൂ. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് ഫോസ്ഫറസ് പെൻഡോക്സൈഡ്. ഈ P4O10 എന്നത് വായിക്കേണ്ടത് ഫോസ്ഫറസ് പെൻഡോക്സൈഡ് എന്നാണ്. P2O5 എന്നും എഴുതാം, പക്ഷേ ഇതാണ് ഏറ്റവും ശരിയായിട്ടുള്ള രീതി, P4O10. അപ്പോൾ കാൽഷ്യം ഓക്സൈഡും ഫോസ്ഫറസ് പെൻഡോക്സൈഡും തമ്മിൽ പ്രവർത്തിക്കും. ഈ P4O10 അസിഡിക് ആണ്. അപ്പോൾ ബേസിക്കായ കാൽഷ്യം ഓക്സൈഡ് അസിഡിക് ഓക്സൈഡുകളുമായി പ്രവർത്തിക്കും. അതിൻ്റെ തെളിവാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ചൂടാക്കി കൊടുക്കണം. അപ്പോൾ ഇത് ബേസിക് ഓക്സൈഡാണ് അല്ലേ? കാൽഷ്യം ഓക്സൈഡ് ഈസ് എ ബേസിക് ഓക്സൈഡ്. വേണമെങ്കിൽ എഴുതാം, കാൽഷ്യം ഓക്സൈഡ് ഈസ് ബേസിക് ഓക്സൈഡ്. ബേസിക് ഓക്സൈഡാണ് കാൽഷ്യം ഓക്സൈഡ്, ബേസിക് ഓക്സൈഡാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? സോ ഇറ്റ് കമ്പൈൻസ് വിത്ത് അസിഡിക് ഓക്സൈഡ്സ് ഓൺ ഹീറ്റിംഗ്. ക്ലിയർ ആയല്ലോ? അടുത്തത് കാൽഷ്യം ഓക്സൈഡിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. അപ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. സ്ലേക്കഡ് ലൈം, നമ്മൾ കുമ്മായം എന്ന് വിളിക്കും, കുമ്മായം. അപ്പം നീറ്റുകക്കയിലേക്ക് വെള്ളം ചേർത്താണ് കുമ്മായം ഉണ്ടാക്കുന്നത്. സ്ലേക്കഡ് ലൈം, നീറ്റുകക്കയിലേക്ക് വെള്ളം ചേർത്താണ് കുമ്മായം ഉണ്ടാക്കുന്നത്, സ്ലേക്കഡ് ലൈം. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം. വാട്ടർ ഈസ് ആഡഡ് ടു ക്യുക്ക് ലൈം to get slaked lime. This is known as slaking of lime. ഇൻഡിക്കേഷൻ എന്താ കൊടുത്തിട്ടുണ്ട്? കാൽഷ്യം ഓക്സൈഡിലേക്ക് വെള്ളം ചേർത്തു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. ഇനി മറ്റൊരു രീതിയിലും പറയാം. The process of breaking lump of lime by adding a limited amount of water. അത് പഠിക്കണമെന്നില്ല. കാൽഷ്യം ഓക്സൈഡിൻ്റെ വലിയ കട്ടകളായിരിക്കും, അതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കുമ്മായം ഉണ്ടാക്കുന്നു. ഇതാണ് എഴുതിയതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് നോക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ലംബ് എന്ന് പറഞ്ഞാൽ വലിയ മാസ്, വലിയ കഷ്ണങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലംബ് ഓഫ് അല്ലേ ലൈം, അതായത് ക്യുക്ക് ലൈം. ലംബ് ഓഫ് ക്യുക്ക് ലൈം എന്ന് എഴുതാം, ലംബ് ഓഫ് ക്യുക്ക് ലൈം ബൈ ആഡിങ് എ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വാട്ടർ. അതിനെയാണ് നമ്മൾ സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് വിളിക്കുന്നത്. അങ്ങനെയും ഡെഫിനിഷൻ പറയാം. അടുത്തത് കാൽഷ്യം ഓക്സൈഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ഒരു മിക്സ്ചർ. അതിനെ വിളിക്കുന്ന പേരാണ് സോഡ ലൈം. അപ്പോൾ വാട്ട് ഈസ് സോഡ ലൈം? സോഡ ലൈം കാൽഷ്യം ഓക്സൈഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും മിക്സ്ചർ, സോഡ ലൈം. പേര് കേട്ട് പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത്, സോഡ ലൈം അതല്ല. കാൽഷ്യം ഓക്സൈഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും ഒരു മിശ്രിതമാണ് ഇത് സോഡ ലൈം. ഒന്ന് രണ്ട് ഉപയോഗങ്ങൾ നോക്കാം. സിമൻറ്റിൻ്റെ മാനുഫാക്ചറിന് കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിക്കും. പിന്നെ ഫോർ മാനുഫാക്ചറിങ് സോഡിയം കാർബണേറ്റ് ഫ്രം കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇപ്പോൾ സോഡിയം കാർബണേറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കും. പിന്നെ ഫോർ മാനുഫാക്ചറിങ് ഡൈ സ്റ്റഫ്സ്. ഡൈസ് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങൾക്കും ഭക്ഷണ പദാർത്ഥങ്ങൾക്കും നിറം നൽകുന്ന കെമിക്കൽസാണ്.
അപ്പോൾ ഡൈസ്റ്റെഫിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കും. പിന്നെ പഞ്ചസാര ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കും. ഒരുപാട് കെമിക്കൽസ് ചേർത്തിട്ടാണ് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള പഞ്ചസാര ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഗാന്ധിജി ഇതിനെ വെളുത്ത വിഷം എന്ന് വിളിച്ചത്. ഒരുപാട് കെമിക്കൽസ് ചേർത്തിട്ടാണ് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള പഞ്ചസാര കിട്ടുന്നത്. എന്തായാലും പഞ്ചസാരയുടെ ശുദ്ധീകരണത്തിന് ഇത് ഉപയോഗിക്കും. അസിഡിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് മാറ്റാനാണ് ഉപയോഗിക്കുന്നത്. തൽക്കാലം ഈ ഉപയോഗം മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഇതൊരു ആൽക്കലിയാണ്, വളരെ വില കുറവാണ്. ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് ഫോം ഓഫ് ആൽക്കലി, അല്ലേ? ഇതൊരു ആൽക്കലിയാണ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് പരിചയപ്പെട്ടു. ഏതാണ്? ക്യുക്ക്ലൈൻ, അതായത് കാൽഷ്യം ഓക്സൈഡ്. അടുത്ത ആളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. അടുത്ത ആളെ നമ്മൾ പരിചയപ്പെട്ടു കുറച്ച് മുന്നേ. ഏതാണ്? കുമ്മായം, സിലിക്കഡ് ലൈം. അതിൻ്റെ കെമിക്കൽ നെയിമാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കെമിക്കൽ ഫോർമുല എന്താണ്? Ca പിന്നെ OH രണ്ടെണ്ണം, CaOH ട്വൈസ്. പ്രിപ്പറേഷൻ നേരത്തെ കണ്ടു തന്നെയാണ്. ക്യുക്ക് ലൈമിലേക്ക് വെള്ളം ചേർത്താൽ എന്തുണ്ടാവും? സിലിക്കഡ് ലൈം ഉണ്ടാവും. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എഴുതുന്നില്ല, നേരത്തെ എഴുതിയത് നോക്കി എഴുതണം. ഓക്കെ. പ്രോപ്പർട്ടി വൈറ്റ് അമോർഫസ് പൗഡറാണ്. വെള്ളത്തിൽ ഭാഗികമായി മാത്രമേ ലയിക്കൂ. സ്പെയറിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ. ഓക്കെ. അടുത്തത് ലൈം വാട്ടർ. പെട്ടെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ലൈം വാട്ടർ നമ്മൾ കുടിക്കുന്ന ലൈം വാട്ടർ അല്ല. എന്താണ്? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, അല്ലേ? ക്ലിയർ അക്വസ് സൊല്യൂഷൻ ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ. ക്ലിയർ അക്വസ് സൊല്യൂഷൻ ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡും ആ വെള്ളവും തമ്മിൽ പ്രവർത്തിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ തെളിഞ്ഞ ഭാഗം മാത്രം എടുത്തു വെക്കുക. അതാണ് ലൈം വാട്ടർ. ക്ലിയർ അക്വസ് സൊല്യൂഷൻ ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അടുത്തൊരു വാക്ക് മിൽക്ക് ഓഫ് ലൈം എന്നാണ്. മിൽക്ക് ഓഫ് ലൈം അതെന്താണെന്ന് പറഞ്ഞുതരാം. സസ്പെൻഷൻ എന്നുള്ളൊരു വാക്ക് നമ്മൾ പരിചയപ്പെടണം. അത് അടുത്ത വർഷം മാത്രമേ പരിചയപ്പെടൂ. സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ സസ്പെൻഷൻ. പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഒരു ബീക്കറിൽ വെള്ളം എടുത്തു, അതിലല്പം മണലിട്ടു. മണൽ വെള്ളത്തിൻ്റെ അടിഭാഗത്ത് കിടക്കും. ആ സിസ്റ്റത്തിനെ നമ്മൾ സസ്പെൻഷൻ എന്നാണ് വിളിക്കുക. സസ്പെൻഷൻ. മറിച്ച് പഞ്ചസാര വെള്ളത്തിലിട്ട് ഇളക്കിയാൽ അത് അലിഞ്ഞു പോകും. അതിനെ നമ്മൾ ലായനി, സൊല്യൂഷൻ എന്നാണ് വിളിക്കുക. അപ്പം സസ്പെൻഷൻ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മണൽ വെള്ളത്തിലിട്ടാൽ അത് സസ്പെൻഷനാണ്. ലാബിൽ പലപ്പോഴും ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതൊക്കെ സസ്പെൻഷനാണ്. അപ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു സസ്പെൻഷൻ്റെ രൂപത്തിൽ വരികയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് ലൈം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സസ്പെൻഷൻ്റെ രൂപത്തിൽ വരികയാണെങ്കിൽ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് ലൈം. സസ്പെൻഷൻ ഓഫ് സിലിക്കഡ് ലൈം ഇൻ വാട്ടർ. അടുത്തത് കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ക്ലോറിൻ കടത്തിവിട്ടാൽ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാവും. വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അതായത് സിലിക്കഡ് ലൈം റിയാക്ട്സ് വിത്ത് ക്ലോറിൻ ടു ഫോം ബ്ലീച്ചിങ് പൗഡർ. ആ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഫോർമുല നിങ്ങൾ പഠിക്കണം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇവിടെ ഉണ്ട്, ക്ലോറിൻ ഇവിടെയുണ്ട്. കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് മാത്രം എഴുതിയാലും മതി. പക്ഷേ ബ്ലീച്ചിങ് പൗഡറിൻ്റെ കോമ്പോസിഷനിൽ ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കുക. ഇക്വേഷൻ നന്നായി നോക്കിക്കോളൂ. ഓക്കെ. അടുത്തത് വളരെ രസകരമായൊരു റിയാക്ഷനാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എടുക്കുക. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം, ലൈം വാട്ടർ എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എടുക്കുക. 10ാം ക്ലാസ്സിലൊക്കെ കേട്ടതാണ്. അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ മിൽക്കി കളർ വരും. അതായത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വരും. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ ഓൺ പാസിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ ലൈം വാട്ടർ ഇറ്റ് ടേൺസ് മിൽക്കി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ മിൽക്കി കളർ കിട്ടുന്നു. കാരണം എന്ത്? ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് വെള്ളത്തിൽ ലയിക്കില്ല, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയി കിടക്കും. ഓക്കെ. അപ്പോൾ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഉള്ളത് കൊണ്ടാണ് മിൽക്കി കളറായിട്ട് തോന്നുന്നത്. ഇനിയും രസകരമായൊരു കാര്യം, വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ ഈ സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് മാറും.
വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ ഈ സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് മാറും. എന്താണ് കാരണം? അപ്പോൾ ആദ്യം മിൽക്കി കളർ കിട്ടി, കുറച്ചും കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? സോല്യുബിൾ ആയിട്ടുള്ള കാൽഷ്യം ബൈകാർബണേറ്റ് കിട്ടും, അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് മിൽക്കി കളറാണ്. വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ നമുക്ക് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന കാൽഷ്യം ബൈകാർബണേറ്റ്, അതായത് കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് കിട്ടും. So the solution becomes clear. On passing excess of carbon dioxide, calcium carbonate dissolves, forming calcium hydrogen carbonate. The solution becomes clear. The solution becomes clear. The solution becomes clear. Solution clear ആയിട്ട് മാറും. ഓക്കെ, ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഒന്ന് രണ്ട് ഉപയോഗങ്ങൾ പറയാം. മോർട്ടാർ നിർമ്മിക്കാൻ ഉപയോഗിക്കും. അതായത് ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് മോർട്ടാർ, ബിൽഡിംഗ് മെറ്റീരിയലാണ് മോർട്ടാർ. ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കും. അടുത്തത്, ഇതിന് ഡിസിൻഫെക്റ്റൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് രോഗാണുക്കളെ നശിപ്പിക്കും. അതുകൊണ്ട് വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കും. റൂമൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കും. റൂമൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് ഉപയോഗിക്കുന്നത്. ഒരു രസകരമായ ചോദ്യം പറയാം. വൈറ്റ് വാഷിങ്ങിന് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കുമ്മായം ചുമരിലടിച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വെളുപ്പ് നിറം കിട്ടും. ആ വെളുപ്പ് നിറത്തിൻ്റെ കാരണം കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നതാണ്, കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ വേണമെങ്കിൽ ആ പോയിന്റ് ഒന്ന് എഴുതാം. വൈറ്റ് വാഷ്ഡ് വാൾ, അതായത് വൈറ്റ് വാഷ് ചെയ്ത ചുമരിൽ ഏത് കോമ്പൗണ്ടാണ് ഉള്ളത്? ഒരു പ്രാവശ്യം എൻട്രൻസിന് ചോദിച്ചാണ്. വൈറ്റ് വാഷ്ഡ് വാൾ കണ്ടെയ്ൻസ് ഏതാണ്? കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ വൈറ്റ് വാഷ് ചെയ്ത അല്ലേ, വൈറ്റ് വാഷ്ഡ് വാൾ കണ്ടെയ്ൻ ഏത്? കാൽഷ്യം കാർബണേറ്റ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ പ്രവർത്തിക്കും. ഇവിടെ എൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇതാ സെയിം ഇക്വേഷനാണ്. നമുക്കിവിടെ നിന്ന് എഴുതാൻ വേണമെങ്കിൽ എൻ്റെ കെമിസ്ട്രി എന്താണെന്ന് എഴുതാം കേട്ടോ. അപ്പോൾ വൈറ്റ് വാഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിലും വൈറ്റ് വാഷ് ചെയ്ത ചുമരിൽ ഏത് കോമ്പൗണ്ടാണ് ഉണ്ടാകുന്നത്? കാൽഷ്യം കാർബണേറ്റ് ആണ്. അതുകൊണ്ടാണ് വൈറ്റ് വാഷ് ചെയ്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വെളുപ്പ് നിറം കിട്ടും. ഓക്കെ, പിന്നെ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കും, ബ്ലീച്ചിങ് പൗഡറിൻ്റെ പ്രിപ്പറേഷൻ ഉപയോഗിക്കും, നോട്ട് എഴുതിയെടുക്കണം, ഷുഗറിൻ്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കും, ടാനിങ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കും. ടാനിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തുകൽ സംസ്കരണത്തിന് ഉപയോഗിക്കും. ഇതൊക്കെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. അടുത്ത കോമ്പൗണ്ട് കാൽഷ്യം കാർബണേറ്റ്. നമ്മൾ കുറച്ച് കാര്യങ്ങളിപ്പോൾ കണ്ടു, കാൽഷ്യം കാർബണേറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ അല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ ചുണ്ണാമ്പ് കല്ല്. നാച്ചുറലി ഒക്കേഴ്സ് ആസ് ലൈം സ്റ്റോൺ. ചുണ്ണാമ്പ് കല്ല് എന്നറിയപ്പെടുന്നത് ഇയാളാണ്. നമ്മുടെ ചോക്ക് അല്ലേ, ബോർഡിൽ എഴുതുന്ന ചോക്ക്, ഇറ്റ് ഈസ് എ ഫോം ഓഫ് കാൽഷ്യം കാർബണേറ്റ്. മാർബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് കാൽഷ്യം കാർബണേറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ പറഞ്ഞിരുന്നു അല്ലേ, താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് അല്ലേ, മാർബിൾ കൊണ്ടാണ്. ആസിഡ് മഴ വരുമ്പോൾ അല്ലേ കാൽഷ്യം കാർബണേറ്റ് വിഘടിക്കും എന്നൊക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. ഓക്കെ, എന്തായാലും നാച്ചുറലി ഒക്കേഴ്സ് ആസ് ലൈം സ്റ്റോൺ, ചോക്ക്, മാർബിൾ. പ്രിപ്പറേഷൻ നേരത്തെ കണ്ടു, കുമ്മായത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുക ബൈ പാസിംഗ് കാർബൺ ഡൈ ഓക്സൈഡ് ത്രൂ സിലിക്കൺ ലൈൻ. കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും നേരത്തെ കണ്ട അതേ ഇക്വേഷനാണ്. ഓക്കെ, ഇനി ഒരു പോയിന്റ് ശ്രദ്ധിക്കൂ. കാൽഷ്യം കാർബണേറ്റിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കടത്തിവിട്ടാൽ എന്ത് കിട്ടും? വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് കിട്ടും. നേരത്തെ കണ്ട പോയിന്റ് തന്നെയാണ് അല്ലേ. ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറും, വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ ക്ലിയർ ആയിട്ട് മാറും. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ എഴുതിയതാണ്. ഓക്കെ, ഓൺ പാസിംഗ് എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ് ഡിസോൾവ്സ് ടു ഫോം വാട്ടർ സോല്യൂബിൾ കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്, അതായത് കാൽഷ്യം ബൈകാർബണേറ്റ്. ഓക്കെ, അതുകൊണ്ടാണ്
ആദ്യം കിട്ടിയ മിൽക്കി കളർ പോയിട്ട് സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് മാറുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്. വേറൊരു മെത്തേഡ് ഉണ്ട്. ദാ സോഡിയം കാർബണേറ്റും കാൽഷ്യം ക്ലോറൈഡും റിയാക്ട് ചെയ്താൽ കാൽഷ്യം കാർബണേറ്റ് കിട്ടും. ബൈ ആഡിങ് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം കാർബണേറ്റ്. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കലക്കിയത്. അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ടു കാൽഷ്യം ക്ലോറൈഡ്. അപ്പോൾ ഇങ്ങനെയും കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കാം. പ്രോപ്പർട്ടീസ് നോക്കാം. വൈറ്റ് ഫ്ലഫി പൗഡറാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പൗഡറാണ്. ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ ഇൻസോല്യൂബിൾ ആണ്. കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കിയാൽ എന്താണ് ഉണ്ടാവുക? നമുക്കറിയാം, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും അല്ലേ? ക്യുക്ക് ലൈം കിട്ടും. ലൈം സ്റ്റോൺ ചൂടാക്കിയാൽ ക്യുക്ക് ലൈം കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ. കാൽഷ്യം കാർബണേറ്റ് ആസിഡുകളുമായി പ്രവർത്തിക്കും. നമ്മൾ താജ്മഹലിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതേ റിയാക്ഷൻ തന്നെയാണ് ഉണ്ടോ? കാൽഷ്യം കാർബണേറ്റും HCl പ്രവർത്തിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. പിന്നെ കാൽഷ്യം ക്ലോറൈഡും വാട്ടറും. കാൽഷ്യം കാർബണേറ്റും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കും, അപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ കാർബണേറ്റുകളെ ഡീകമ്പോസ് ചെയ്യാൻ ആസിഡുകൾക്ക് പറ്റും. ഓക്കെ. ഉപയോഗങ്ങൾ നോക്കൂ. ബിൽഡിംഗ് മെറ്റീരിയലാണ് മാർബിൾ അല്ലേ? കെട്ടിട നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മാർബിൾ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കും. പിന്നെ ക്യുക്ക് ലൈമിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കും. ക്യുക്ക് ലൈം അത് നമ്മൾ കണ്ടു. ആസ് എ ഫ്ലക്സ് വിത്ത് മഗ്നീഷ്യം കാർബണേറ്റ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് സച്ച് ആസ് അയൺ. അപ്പോൾ മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കും. ഇത് വിശദമായിട്ട് നമുക്ക് പിന്നീട് സെക്കൻഡ് ഇയർ പഠിക്കാം. ഇതൊരു ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കും. ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കും. മെറ്റലർജിയിലെ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കും. അത് വിശദീകരിക്കുന്നില്ല, കാരണം കുറച്ച് സമയമെടുക്കും. തൽക്കാലം ഈ പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഉപയോഗങ്ങൾ. ഇതൊരു ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കും മഗ്നീഷ്യം കാർബണേറ്റിൻ്റെ കൂടെ. എപ്പോഴാണ് ഉപയോഗിക്കുക? ഇരുമ്പിൻ്റെ എക്സ്ട്രാക്ഷൻ്റെ സമയത്ത്. മെറ്റലർജി എന്ന് പറയും, ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സ്. അത് വിശദമായിട്ട് സെക്കൻഡ് ഇയർ പഠിക്കും. അപ്പോൾ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കുക. ആസ് എ ഫ്ലക്സ്. ഫ്ലക്സ് എന്താണെന്ന് വിശദമായിട്ട് പിന്നീട് നോക്കാം. ഓക്കെ, തൽക്കാലം ഈ പോയിന്റ് നോക്കിയാൽ മതി. അടുത്ത പോയിന്റ് എന്താണ്? Precipitated calcium carbonate is used for the manufacture of high quality paper. അല്ലെങ്കിൽ പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു എന്ന് പഠിച്ചാലും മതി. പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അത്ര എഴുതിയാൽ മതി. ഫോർ ദി മാനുഫാക്ചർ ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പേപ്പർ. പിന്നെ അൻറ്റാസിഡ് ആണ്. അൻറ്റാസിഡ് എന്ന് പറഞ്ഞാൽ അല്ലേ, അസിഡിറ്റി കുറയ്ക്കാൻ വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കാം. ഇപ്പോൾ വയറിൽ കുറച്ച് ആസിഡ് അല്ലേ, സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആസിഡ് കുടിച്ചു, തൽക്കാലം വേറെ മാർഗമൊന്നുമില്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു ചോക്ക് കലക്കി കുടിച്ചാലും മതി. അന്നത്ര അഡ്വൈസബിൾ അല്ല, പക്ഷെ ഒരു അൻറ്റാസിഡ് പോലെ അത് പ്രവർത്തിക്കും. പിന്നെ ടൂത്ത് പേസ്റ്റിൽ ഒരു അബ്രേസീവ് ആയിട്ട് ഉപയോഗിക്കും അല്ലേ? പ്രതലങ്ങളൊക്കെ ഉരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അബ്രേസീവ് എന്ന് പറയുന്നത് അല്ലേ? പല്ല് വൃത്തിയാക്കുമ്പോൾ പല്ലിൻ്റെ മേലെയുള്ള കറകളൊക്കെ നീക്കം ചെയ്യാൻ അല്പം റഫായിട്ടുള്ള ഒരു മെറ്റീരിയൽ ചേർക്കണം. അപ്പോൾ അത് കാൽഷ്യം കാർബണേറ്റ് ആണ്. മൈൽഡ് അബ്രേസീവ് ഇൻ ടൂത്ത് പേസ്റ്റ്. പിന്നെ ചോയിങ് ഗമ്മിൽ ഉപയോഗിക്കും. പിന്നെ കോസ്മെറ്റിക്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഫില്ലറായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. 1-2 ഉപയോഗങ്ങൾ പഠിച്ചാലും മതി. അടുത്തത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഫോർമുല നോക്കൂ. കാൽഷ്യം സൾഫേറ്റ് ആണ് കെമിക്കൽ നെയിം. കാൽഷ്യം സൾഫേറ്റ് ആണ്. കാൽഷ്യം സൾഫേറ്റ് ½ ആണ്. അതായത് ഹെമി ഹൈഡ്രേറ്റ് ആണ്. ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റ്. ഇതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണ്? ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽഷ്യം സൾഫേറ്റ്. ഇനി വേറൊരു ട്രിക്ക് ഉണ്ട്. ഈ ½ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 1/2 1 ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയും എഴുതാം. ഇങ്ങനെയും പ്ലാസ്റ്റർ ഓഫ് പാരീസ് എഴുതാം. അപ്പോൾ 2 രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ.
എങ്ങനെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുന്നത്? ജിപ്സം ചൂടാക്കിയിട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടുന്നത്. ജിപ്സം ചൂടാക്കുക. ജിപ്സത്തിൻ്റെ ഫോർമുല ഇവിടെ ഉണ്ട്. കാൽഷ്യം സൾഫേറ്റ് 2H2 ആണ്. എന്താണ് ജിപ്സം? കാൽഷ്യം സൾഫേറ്റ് 2H2O. പഠിച്ചോളണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽഷ്യം സൾഫേറ്റ് 2H2O. വേറെ എഴുതണ്ടല്ലോ. കാൽഷ്യം സൾഫേറ്റ് 2H2O വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുതാം. ജിപ്സം ഈസ് കാൽഷ്യം സൾഫേറ്റ് 2H2O. ഇതാണ് ജിപ്സം. ഇതാണ് നമ്മുടെ ജിപ്സം എന്ന് പറയുന്നത്. ജിപ്സം ജിപ്സം പ്രത്യേകം പഠിച്ചോളൂ. ജിപ്സം. അപ്പം ജിപ്സം ചൂടാക്കിയിട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടുന്നത്. 393 കെൽവിനാണ്. ഉണ്ടോ? ഫാൻസി നമ്പറാണ്. 393 കെൽവിൻ വരെ ചൂടാക്കണം. ഇനി 393 കെൽവിൻ്റെ മേലെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് വാട്ടറും തിന്ന് പോകും. അതായത് വെള്ളമില്ലാത്ത കാൽഷ്യം സൾഫേറ്റ് കിട്ടും. വെള്ളമില്ലാത്ത കാൽഷ്യം സൾഫേറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? അൺഹൈഡ്രസ് കാൽഷ്യം സൾഫേറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. പഠിച്ചോളൂ. അപ്പോൾ 393 കെൽവിൻ്റെ മേലെ ചൂടാക്കിയാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിന്നും അല്ലെങ്കിൽ ജിപ്സത്തിൽ നിന്നും മുഴുവനായിട്ടും വെള്ളം നഷ്ടപ്പെടും. വെള്ളമില്ലാത്ത കാൽഷ്യം സൾഫേറ്റ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഡെഡ് ബേൺ പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. എബവ് 393 കെൽവിൻ. ഈ ടെമ്പറേച്ചർ പഠിച്ചു വെക്കണേ. 393 കെൽവിൻ. വാട്ടർ ഈസ് ലിബറേറ്റഡ് ഫ്രം ജിപ്സം. വാട്ടർ ഈസ് ലിബറേറ്റഡ് ഫ്രം ജിപ്സം. ക്യാപിറ്റൽ ലെറ്റർ ആണ്, സാറില്ല. വാട്ടർ ഈസ് ലിബറേറ്റഡ് ഫ്രം ജിപ്സം ടു ഫോം അൺഹൈഡ്രസ് കാൽഷ്യം സൾഫേറ്റ് നോൺ ആസ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ. ഡെഡ് ബേൺ പ്ലാസ്റ്റർ. അതായത് വെറും കാൽഷ്യം സൾഫേറ്റ് മാത്രമേ ഉണ്ടാവൂ. ഇതാണ് ഡെഡ് ബേൺ പ്ലാസ്റ്റർ. നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കുക. ഡെഡ് ബേൺ പ്ലാസ്റ്റർ. വെള്ളത്തിനെ നമ്മൾ ഒഴിവാക്കി. അപ്പോഴാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ കിട്ടുന്നത്. ഓക്കെ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രത്യേകത, ഇത് വെള്ളവുമായിട്ട് പെട്ടെന്ന് സെറ്റാവും. വെള്ളവുമായിട്ട് പെട്ടെന്ന് മിക്സാവും. ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ഹാർഡ് മാസ്സായിട്ട് മാറും. നല്ല ഉറപ്പുണ്ടാവും. ഓൺ മിക്സിംഗ് വിത്ത് വാട്ടർ ഇറ്റ് ഫോംസ് എ പ്ലാസ്റ്റിക് മാസ്. കണ്ടോ? നല്ല സ്ട്രോങ് ആണ്. പ്ലാസ്റ്റിക് മാസ് വിച്ച് സെറ്റ്സ് ഇൻ ടു എ ഹാർഡ് സോളിഡ് ഇൻ 5 to 15 minutes. അതുകൊണ്ട് ബാൻഡേജ് ഇടാനൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കും. ബാൻഡേജ് ഇടാൻ, കയ്യും കാലൊക്കെ പൊട്ടിയാൽ അല്ലേ, നമ്മൾ ബാൻഡേജ് ഇടാറുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കാറുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇനി ഉപയോഗങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഇതൊരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. ആസ് പ്ലാസ്റ്റർ ആൻഡ് ആസ് ബിൽഡിംഗ് മെറ്റീരിയൽ അല്ലെ, ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കും. മറ്റൊന്ന് അല്ലെങ്കിൽ ഫോർ പ്ലാസ്റ്ററിങ് എഴുതാം. ഫോർ പ്ലാസ്റ്ററിങ് ആൻഡ് ആസ് ബിൽഡിംഗ് മെറ്റീരിയൽ ഇതിനുപയോഗിക്കും. ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കും. പിന്നെ സർജിക്കൽ ബാൻഡേജസ്. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ബാൻഡേജ് ഇടാൻ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഫോർ സെറ്റിംഗ് ബ്രോക്കൺ ആൻഡ് ഫ്രാക്ചേർഡ് ബോൺസ്. എല്ലൊക്കെ പൊട്ടിയാൽ അത് കൂടിച്ചേരണമെങ്കിൽ ആ എല്ല് അനങ്ങരുത്. പനക്കം തട്ടാതിരിക്കാനും മറ്റു പരുക്കൾ തട്ടാതിരിക്കാനുമാണ് നമ്മൾ ബാൻഡേജ് ഇടുന്നത്. ഓക്കെ, ഇതാ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ ഡെന്റിസ്ട്രിയിൽ അല്ലേ, പല്ലിൻ്റെയൊക്കെ അടയാളം ഡെന്റിസ്റ്റുകൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇങ്ങനെ കുഴച്ച് നമ്മുടെ വായുടെ ഉള്ളിലാക്കി ആ പല്ലിൻ്റെ അടയാളം എടുക്കും. എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് പല്ലുണ്ടാക്കുന്നത്. അപ്പം ഡെന്റിസ്ട്രിയിൽ ഉപയോഗിക്കും. പിന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് പ്രതിമകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ബസ്റ്റ് അല്ലേ, ഒരാളുടെ അതേപോലെയുള്ള രൂപം, ഇതാണ് ബസ്റ്റ്. സ്റ്റാച്യൂസ് ആൻഡ് ഇൻ ഓർണമെൻ്റൽ വർക്കിനൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ് ജിപ്സവും പ്ലാസ്റ്റർ ഓഫ് പാരീസും. ഇനി സിമൻറ്റിൻ്റെ കാര്യം കൂടെ പറയാം. ചോദിക്കുമെന്നറിയില്ല, എങ്കിലും സിമൻറ്റിൻ്റെ കാര്യം കൂടെ പറയാം. കാൽഷ്യത്തിൻ്റെ കോമ്പൗണ്ടുകൾ അതിലുണ്ട്, അതുകൊണ്ട് അതും കൂടെ പറയുക എന്ന് മാത്രം. സിമൻറ്റിനെ പോർട്ട്ലാൻഡ് സിമൻറ്റ് എന്നാണ് പറയുന്നത്. ഇംഗ്ലണ്ടിലാണ് പോർട്ട്ലാൻഡ്. നമ്മുടെ മദ്രാസിൽ ഉണ്ടാക്കുകയാണെങ്കിലും തിരുവനന്തപുരത്ത് ഉണ്ടാക്കുകയാണെങ്കിലും പേര് പോർട്ട്ലാൻഡ് സിമൻറ്റ് എന്നാണ്. അത് ആ പാരമ്പര്യം വെച്ച് പറയുന്നു എന്ന് മാത്രം. അതിൻ്റെ കാരണം പറയാം. പോർട്ട്ലാൻഡ് സിമൻറ്റ് എന്നുള്ള പേര് അന്ന് കിട്ടാൻ കാരണം പോർട്ട്ലാൻഡിലെ
നാച്ചുറൽ ലൈംസ്റ്റോൺ ആയിട്ട് ഈ സിമൻ്റ് ഉണ്ടാക്കിയപ്പോൾ സാദൃശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പേര് വന്നത്. റിസംബിൾസ് ദ നാച്ചുറൽ ലൈംസ്റ്റോൺ എക്സ്ട്രാക്റ്റഡ് ഇൻ ദ ഐസിൽ ഓഫ് പോർട്ട്ലാൻഡ്, അതായത് ഇംഗ്ലണ്ട്. അപ്പോൾ പോർട്ട്ലാൻഡിൽ കിട്ടിയ ലൈംസ്റ്റോണുമായിട്ട് ഈ സിമൻറ്റിന് സാദൃശ്യം തോന്നിച്ചു. അങ്ങനെയാണ് പോർട്ട്ലാൻഡ് സിമൻ്റ് എന്നുള്ള പേര് വന്നത്. ഇതൊന്നും പരീക്ഷിച്ച് ചോദിക്കില്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സിമൻറ്റിൻ്റെ മാനുഫാക്ചർ ഒന്ന് സൂചിപ്പിക്കാം, വലിയ പ്രക്രിയയാണത്. റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് സിമൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടത്? സിമൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടത് ലൈംസ്റ്റോൺ ആൻഡ് ക്ലേ, ചുണ്ണാമ്പ് കല്ല് വേണം, കളിമണ്ണ് വേണം, കളിമണ്ണ്. ഓൺ സ്ട്രോങ് ഹീറ്റിംഗ് ക്ലേ ആൻഡ് ലൈംസ്റ്റോൺ നൽകണം. ക്ലേ ആൻഡ് ലൈംസ്റ്റോൺ ഫ്യൂസ് ആൻഡ് റിയാക്ട് ടു ഫോം സിമൻറ്റ് ക്ലിങ്കർ. അപ്പോൾ കളിമണ്ണും ലൈംസ്റ്റോണും ചേർന്ന് നന്നായി കൂടിച്ചേരും. അങ്ങനെയാണ് സിമൻറ്റ് ക്ലിങ്കർ ഉണ്ടാവുന്നത്. ഈ സിമൻറ്റ് ക്ലിങ്കറിനെ നമ്മൾ ജിപ്സം ചേർത്ത് പൊടിച്ചെടുക്കും. അതാണ് നമ്മൾ കാണുന്ന സിമൻറ്റ്. സിമൻറ്റ് ക്ലിങ്കർ ഈസ് മിക്സഡ് വിത്ത് 2 to 3% ബൈ വെയിറ്റ് ഓഫ് ജിപ്സം ടു ഫോം സിമൻറ്റ്. അപ്പോൾ കളിമണ്ണും ലൈംസ്റ്റോണും നന്നായി ഫ്യൂസ് ചെയ്യും, അല്ലേ, നന്നായി ഉരുക്കും. എന്നിട്ട് സിമൻറ്റ് ക്ലിങ്കർ കിട്ടും. ഈ സിമൻറ്റ് ക്ലിങ്കറിലേക്ക് നമ്മൾ ജിപ്സം ചേർക്കും. ഒരു 3% ജിപ്സം ചേർക്കും. ജിപ്സം ചേർത്ത് നമ്മളിത് നന്നായി പൊടിച്ചെടുക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിമൻറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ള കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറയാം, എന്തായാലും തുടങ്ങി വെച്ചതുകൊണ്ട്. സിമൻറ്റിൻ്റെ സെറ്റിംഗ് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് സിമൻറ്റ് സെറ്റ് ചെയ്യുന്നത്. ഒരു ഹാർഡ് സോളിഡ് ആയിട്ട് മാറും. ഓൺ മിക്സിംഗ് വിത്ത് വാട്ടർ സിമൻറ്റ് സെറ്റ്സ് ടു ഗിവ് എ ഹാർഡ് സോളിഡ്. അല്ലേ, സിമൻറ്റ് ഇട്ടാൽ നല്ല ഉറപ്പാണ്, നമുക്കറിയാം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹൈഡ്രേഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൻസ് ആൻഡ് ദെയർ റീഅറേഞ്ച്മെൻറ്റ്. ധാരാളം ഹൈഡ്രേഷൻ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് സിമൻറ്റിൻ്റെ സെറ്റിംഗ്സ് സമയത്ത്. അങ്ങനെയാണ് ഇത് ഹാർഡ് സോളിഡ് ആയിട്ട് മാറുന്നത്. ജിപ്സം ചേർക്കാൻ എന്താണ് കാരണം? റീസൺ ഫോർ ആഡിങ് ജിപ്സം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സിമൻറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ഉപയോഗിക്കുന്നത്. സെറ്റിംഗ് ടൈം കൂട്ടിയാൽ സിമൻറ്റ് നന്നായിട്ട് ഹാർഡാവും. പെട്ടെന്ന് സെറ്റായാൽ സിമൻറ്റ് ഉറപ്പുണ്ടാവില്ല, പെട്ടെന്ന് പൊട്ടിപ്പോരും. അപ്പോൾ സെറ്റിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ജിപ്സം ഉപയോഗിക്കുന്നത്. അപ്പോൾ ടു സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് ദ സിമൻറ്റ് വി ആഡ് ജിപ്സം. ദിസ് റിസൾട്ട്സ് ഇൻ സഫിഷ്യൻറ്റ് ഹാർഡനിങ് ഓഫ് ദി സിമൻറ്റ്. അപ്പോൾ സിമൻറ്റ് നന്നായിട്ട് ഹാർഡായിട്ട് മാറും ജിപ്സം ചേർക്കുമ്പോൾ. അപ്പോൾ വൈ വി ആഡ് ജിപ്സം? എന്തിനാണ്? ടു ഇൻക്രീസ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമൻറ്റ്. ഇതാണ് ആൻസർ. ഇനി സിമൻറ്റിൻ്റെ ഉപയോഗങ്ങൾ നമുക്കറിയാം. കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ്, അല്ലേ. കോൺക്രീറ്റിന് ഉപയോഗിക്കും, റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. പിന്നെ പ്ലാസ്റ്ററിങ്, അല്ലേ, ചുമര് തേക്കാനൊക്കെ ഉപയോഗിക്കും പ്ലാസ്റ്ററിങ്. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, ഡാംസ്, അല്ലേ. സിമൻറ്റിൻ്റെ ഉപയോഗങ്ങൾ നമുക്കറിയാം, അധികം പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ 1-2 ഉപയോഗങ്ങൾ പഠിച്ചു വയ്ക്കും. ഇതോടുകൂടി നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്നു. 4 ഫോക്കസ് ഏരിയയാണ് ഇതിൽ പഠിക്കാനുള്ളത്. വലിയ ചാപ്റ്ററാണ്, എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വിശദമായി നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ.